നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടേം വ്യവസ്ഥയിൽ കൂടുതൽ പേർക്ക് ഇളവ് നൽകാൻ മുസ്ലിം ലീഗ്. MK മുനീർ സന്നദ്ധനാണെങ്കിൽ കോഴിക്കോട് സൗത്ത് സീറ്റ് നൽകും. 5 സിറ്റിംഗ് MLA-മാർ ഇത്തവണ മത്സരിച്ചേക്കില്ല. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദ് 24-നോട് പറഞ്ഞു. 15 വർഷമോ അതിൽ കൂടുതലോ MLA ആയിരുന്നവർ മാറട്ടെ എന്ന കർശന നിർദ്ദേശം ലീഗ് നടപ്പാക്കിയാൽ KPA മജീദ്, മഞ്ഞളാംകുഴി അലി, P ഉബൈദുള്ള, NA നെല്ലിക്കുന്ന്, PK ബഷീർ എന്നിവരാണ് വഴിമാറി കൊടുക്കേണ്ടി വരിക. ഇതിൽ ഇളവ് ലഭിക്കുകയാണെങ്കിൽ തന്നെ മഞ്ഞളാംകുഴി അലിക്കും PK ബഷീറിനും മാത്രമാണ് സാധ്യത. കൊണ്ടോട്ടി MLA TV ഇബ്രാഹിമും ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരും. പാർട്ടി ഇളവനുവദിക്കുന്ന MK മുനീറിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ തീരുമാനമെടുക്കാം. മുനീർ സന്നദ്ധനെങ്കിൽ കോഴിക്കോട് സൗത്തിൽ മത്സരിക്കാം. മണ്ണാർക്കാട്ടെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ച് N ഷംസുദ്ദീന് ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത്തവണ വനിതാ ലീഗിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദ്. പാർട്ടി നേതൃത്വമാണല്ലോ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. അത് ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും അടങ്ങുന്ന മുസ്ലിം ലീഗ് നേതൃത്വം അവരാലോചിച്ച് പരിഗണിച്ച് തീരുമാനമെടുക്കേണ്ട വിഷയമാണ് സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത്. ടേം വ്യവസ്ഥാ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വിജയ സാധ്യതയാണ് ഓരോ മണ്ഡലത്തിലെയും പരിഗണനാ വിഷയങ്ങളെന്ന് ലീഗ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില മണ്ഡലങ്ങളിൽ തൽസ്ഥിതി തുടരാൻ പാർട്ടി നിർബന്ധിതമാകും. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.